ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യാത്ര വൺസ് അഗെയിൻ. ഞാൻ ഈ കൊണ വാങ്ങിയിട്ട് ഏകദേശം ഒരു 2 മാസമായി. ഞങ്ങൾ റോട്ടിലൊക്കെ ഓടിച്ചൊക്കെ അതിൻ്റെ റേഞ്ച് ടെസ്റ്റൊക്കെ ചെയ്തു. കുഴപ്പമൊന്നുമില്ല. നമ്മൾ റേഞ്ച് ഇവർ പ്രെഡിക്റ്റ് ചെയ്യുന്ന റേഞ്ചും നമ്മൾ ഓടുന്ന റേഞ്ചും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇറ്റ്സ് വെരി ക്ലിയർ. സാധാരണ ഇലക്ട്രിക് കാറുകൾക്കുള്ള ഒരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് അതാണ്. നമ്മൾ റേഞ്ച് പ്രെഡിക്റ്റ് ചെയ്യുന്നതും കിട്ടുന്നതും രണ്ടായിരിക്കും. പക്ഷേ ഈ കോണയെ സംബന്ധിച്ചിടത്തോളം റോട്ടിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഏകദേശം മൈലേജ് തന്നെയാണ്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ എന്നാലും മോസ്റ്റ്ലി ഇറ്റ് ഈസ് ഓൾ ദ സെയിം. പക്ഷേ ഹൈ റേഞ്ചിൽ വരുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ബീസ്റ്റ് ഓൾ ടുഗെദർ. ഹൈ റേഞ്ചിൽ നമുക്ക് എത്രത്തോളം റേഞ്ച് പ്രഡിക്ഷനും റിയാലിറ്റിയും തമ്മിൽ എന്ത് ഡിഫറൻസ് ഉണ്ടെന്നൊന്നും അറിയണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഒരു വീടുണ്ട് ഊട്ടിയിൽ. അപ്പോൾ അവിടെ ഒന്ന് പോകാനുള്ളൊരു അവസരം ഒത്തു വന്നു. അപ്പോൾ ലെറ്റ്സ് സീ ഹൈ റേഞ്ചിൽ എങ്ങനെയാണ് കോണയുടെ പെർഫോമൻസ് എന്ന്. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. രാവിലെ ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട്. ടോട്ടൽ ഡിസ്റ്റൻസ് 264 ആണ് കാണിക്കുന്നത് നാവിഗേഷനിൽ. നമ്മളിപ്പോൾ ഫുൾ ചാർജ് ചെയ്തിരിക്കുകയാണ് ബാറ്ററി. 346 കിലോമീറ്ററാണ് നമുക്ക് റേഞ്ച് പ്രഡിക്ഷൻ. പക്ഷേ ഹൈ റേഞ്ച് ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ടോപ്പപ്പ് ചെയ്യേണ്ടി വരും. ഞങ്ങൾ 4 പേരാണ് യാത്ര ചെയ്യുന്നത് കാറിൽ. ഞാൻ, വൈഫ് മേരി, പിന്നെ മക്കൾ 2 പേര്. മൂത്താൾ റോണൽ, രണ്ടാമത്തെ ആൾ ബ്രയൻ. അങ്ങനെ ഞങ്ങൾ വാളയാർ എത്തി. വാളയാർ ഒരു ആനന്ദഭവനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാളയാർ ആനന്ദഭവനിൽ ഒരു ചാർജിങ് സ്റ്റേഷനുണ്ട്. അതും കൂടിയാണ് ഞങ്ങൾ. അപ്പോൾ ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് നമുക്കൊന്ന് ടോപ്പപ്പ് ചെയ്യാമെന്നുള്ള ചിന്തയിലാണ്. അപ്പോൾ ഞങ്ങളിവിടെ 50 കിലോവാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറുണ്ട്. അതിലാണ് ആദ്യം ഞങ്ങൾ കണക്ട് ചെയ്തത്. പക്ഷേ ഫോർ സം റീസൺ ഇത് ചാർജ് ആവുന്നില്ല. പിന്നീട് അവരെ വിളിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഐഡിയലി എൻജിൻ ഷുഡ് ബി റണ്ണിങ്. നമ്മളത് ഓഫ് ചെയ്ത് ലോക്ക് ചെയ്തിട്ടാണല്ലോ നമ്മളെപ്പോഴും ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്നത്. അതുപോലെ ഞാൻ ഓഫ് ചെയ്ത് നോക്കി, പക്ഷേ ഓഫ് ചെയ്തതുകൊണ്ടാവാം അത് ചാർജ് ആയില്ല. പിന്നത്തെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ഒരു 25 കിലോവാട്ടിൻ്റെ ഒരു സ്ലോവർ ചാർജിങ് മെഷീൻ ഉണ്ടായിരുന്നു. അതിൽ ട്രൈ ചെയ്തപ്പോൾ ഇറ്റ് വാസ് വർക്കിംഗ്. അങ്ങനെ ഞങ്ങൾ കാർ ലോക്ക് ചെയ്ത് ചാർജ് ഇട്ടിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ചാർജർ ഓണാണ്. ചാർജ് ചെയ്യാൻ തുടങ്ങി. കറൻ്റ്ലി നമ്മുടെ ചാർജിങ് സ്റ്റാറ്റസ് 57% ബാറ്ററി ഉണ്ട് ഓൾറെഡി. അപ്പോൾ വി ആർ പ്ലാനിങ് ടു ഗെറ്റ് അറ്റ്ലീസ്റ്റ് 80%. ഇത് നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിത് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. Now it's at 61. ഏകദേശം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ചാർജിങ് ഒരു 75% ആയിട്ടുണ്ട് ഓൾറെഡി. ഐ മീൻ ഇറ്റ്സ് വെരി ഫാസ്റ്റ്. 75% ആയി. അങ്ങനെ 80% ചാർജിൽ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. കാരണം നമുക്ക് അത്രയും മതിയായിരുന്നു ചാർജ് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ നിന്നത്. 277. നമ്മൾ മേട്ടുപ്പാളയം എത്തിയപ്പോൾ ഏകദേശം 203 കിലോമീറ്റർ. അപ്പോൾ ടെക്നിക്കലി നമുക്കൊരു 10-50 കിലോമീറ്റർ ഇനി പോകാനുള്ളൂ. 50 കിലോമീറ്റർ പോകാനായിട്ട് 203 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് സഫീഷ്യൻ്റ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ദാറ്റ് വാസ് എ ബിഗ് മിസ്റ്റേക്ക്. ലെറ്റ് മീ ടെൽ യു. ഞങ്ങൾ മേലോട്ട് എത്താറായപ്പോഴേക്കും 203 എല്ലാം ഫാസ്റ്റായിട്ട് തീർന്ന് അവസാനം ഒരു 31 കിലോമീറ്ററിൽ വന്ന് നിൽക്കുവാണ്. 31 കിലോമീറ്റർ. നൗ വി ഹാവ് അബൌട്ട് ഒരു 8 കിലോമീറ്റേഴ്സും കൂടെ നമുക്ക് ഇനിയും പോകാനുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യുന്നൊരു സിറ്റുവേഷനായി. 8 കിലോമീറ്റർ പോകാനായിട്ട് 31 ആണ് റേഞ്ച് കാണിക്കുന്നത്. ഇറ്റ്സ് ഗോയിങ് അറ്റ് എ റിയൽ ഫാസ്റ്റ് വാല്യൂ. പക്ഷേ എന്തായാലും ഞങ്ങൾ ശ്വാസം പിടിച്ചാണ് എല്ലാവരും ഇരുന്നത്. എത്തോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷൻ. കാരണം വേറെ ഇപ്പോൾ ചാർജിങ് പ്ലേസസും ഒന്നുമില്ലല്ലോ. ഒരു കടവുമില്ലാത്തൊരു സ്ഥലമാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത്. പക്ഷെ എന്തായാലും 20 കിലോമീറ്റർ റേഞ്ച് ബാക്കി നിൽക്കുമ്പോൾ ഞങ്ങൾ മുകളിലെത്തി. ദാറ്റ് വാസ് എ വെരി വെരി ടഫ് കോൾ.
അപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മളത് 80% നിർത്തിയത് ഭയങ്കര മിസ്റ്റേക്കായി. അതൊരു 100% ആയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ടെൻഷനില്ലായിരുന്നു, ടെൻഷൻ കംപ്ലീറ്റ് ഒഴിവാക്കായിരുന്നു അത്. അപ്പോൾ 4x ആണ് നമ്മൾ പ്രതീക്ഷിച്ചത്, അതായത് മാക്സിമം 50 കിലോമീറ്ററിന് 200 കിലോമീറ്റർ. പക്ഷേ അത് ദാറ്റ് ഈസ് ജസ്റ്റ് അബൌട്ട് ഇറ്റ്. ബട്ട് ദെൻ അഗെയിൻ ഇറ്റ് കുഡ് ഹാവ് ബീൻ ഡിസാസ്റ്റർ. അപ്പോൾ ഐഡിയലി നമ്മൾ 4x അല്ല, ഒരു 5x എങ്കിലും നമ്മൾ കാണണം. അതായത് 50 കിലോമീറ്റർ നമുക്ക് പോകാനുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 250 കിലോമീറ്റർ റേഞ്ച് കാണണം നമ്മുടെ വണ്ടിയിൽ. എന്നാലാണ് നമുക്കതൊരു സേഫ് ഡ്രൈവ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതും അഗെയിൻ ഊട്ടിയിലത്തെ സിറ്റുവേഷൻ കണക്കിലെടുത്തുകൊണ്ടാണ്. ഇനി ഇതിനേക്കാൾ സ്റ്റീപ്പായിട്ടുള്ള മൗണ്ടൻ ആണെങ്കിൽ ദാറ്റ് വിൽ ഒബ്വിയസ്ലി ചേഞ്ച്. ഊട്ടിയുടെ ഹൈറ്റ് വെച്ചിട്ട് നമ്മൾ പറയണത് ഒരു 5x റേഞ്ച് നമ്മൾ മുന്നിൽ കാണണം. ഇതാണ് ഞങ്ങളുടെ വീട് ഊട്ടിയിലെ. ഒരു 4 ബെഡ്റൂം, കിച്ചൺ, ഹാൾ, നല്ലൊരു വ്യൂ ഉള്ളൊരു ബ്യൂട്ടിഫുൾ ഒരു വാലി വ്യൂ ഉള്ള ഏരിയ ആണ്. ഇറ്റ്സ് എ നൈസ് ഹൗസ്. അപ്പോൾ ഞങ്ങളിടയ്ക്ക് സമയം കിട്ടുമ്പോഴേക്ക് അവിടെ പോകും. ഞങ്ങൾ പോകാത്ത സമയത്ത് അത് റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ്, ഡെയിലി റെൻറ്റ് ബേസിസ്. ഞങ്ങൾ ലീസിന് കൊടുത്തു, വേറൊരു കമ്പനിയാണ് അത് നടത്തുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും പോകണമെന്ന് തോന്നുമ്പോൾ അവരോട് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ് ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പോവുക. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ആൻഡ് ലവ്ലി വെതർ ഓൾ റൗണ്ട്. നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കെറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ വീട്. നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾ ഓഫ് കെറ്റി വാലി നമുക്ക് കാണാം. ആക്ച്വലി ഈ പ്ലേസ് എന്ന് പറഞ്ഞാൽ കൂണൂരിൽ നിന്ന് ഊട്ടി പോകുമ്പോൾ ഹാഫ് വേ, അതായത് കെറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ സ്ഥലം. ഹൈവേന്ന് ഊട്ടി, കൂണൂർ ഊട്ടി മെയിൻ റോഡിൽ നിന്ന്, മെയിൻ ഹൈവേന്ന് ഒരു 2 കിലോമീറ്റർ മേലോട്ട് പോകണം. ഇറ്റ്സ് വൺ ഓഫ് ദ ഹൈയസ്റ്റ് പ്ലേസ് ഓൾസോ ഊട്ടിയിൽ. അങ്ങനെ 4 ദിവസത്തെ സ്റ്റേ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാൻ റെഡിയായി. കാറ് ഫുൾ ചാർജ് ചെയ്തു, കാരണം നമുക്ക് തിരിച്ച് വീട് വരെ എത്തണമല്ലോ. 339 കിലോമീറ്റേഴ്സാണ് റേഞ്ചിൽ കാണിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് വീണ്ടും ഒരു അബദ്ധം പറ്റി. കാരണം നമ്മൾ ഫുൾ ചാർജ് ചെയ്തു. അവിടെ വല്ല ലോക്കൽ ഓട്ടോ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല, മഴയുണ്ടായിരുന്നു, മഴ കാരണം കൊണ്ട്. പക്ഷേ നമ്മൾ ഒരു കുന്നിറങ്ങുമ്പോൾ ഒരിക്കലും ഫുൾ ചാർജ് ചെയ്യാൻ പാടില്ല. അത് ഞാൻ പഠിച്ചൊരു പാഠമാണ്. കാരണം ഇപ്പം എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജനറേഷൻ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഓർഡറാണ്. റീജൻ വർക്ക് ചെയ്യില്ല. കാരണം വെച്ചാൽ പവർ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഇല്ല. സാധാരണ ഒരു വണ്ടിയിൽ, ഒരു മാനുവൽ വണ്ടിയിൽ 4th ഗിയറിൽ ഇട്ടിട്ട് കുന്നിറങ്ങുന്ന അതേ പ്രതീതിയാണ് ഇപ്പോൾ. നമ്മൾ ശരിക്കും 2nd ഗിയറിലൊക്കെയാണ് സ്റ്റീപ്പായിട്ടുള്ള കുന്നിറങ്ങേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ റീജനറേഷൻ അറ്റ്ലീസ്റ്റ് 2-ലെങ്കിലും വർക്ക് ചെയ്യണം. പക്ഷെ അത് ചെയ്യില്ല. കാരണം ചെയ്യാതിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ് 100% ചാർജായി. അപ്പോൾ വാർണിംഗ് ഇങ്ങനെ ഇടയ്ക്ക് വന്നുകൊണ്ടേയിരുന്നു. റീജനറേഷൻ വിൽ നോട്ട് ബി വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് വാർണിംഗ് വന്നുകൊണ്ടിരുന്നു. അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു 40 കിലോമീറ്റർ അല്ലെങ്കിൽ 50 കിലോമീറ്റർ സ്ട്രെച്ച് ഇറങ്ങുമ്പോൾ നമ്മൾ ഒരു 80% അല്ലെങ്കിൽ 85% കൂടുതൽ ചാർജ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്. തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു വാളയാർ അഗൈൻ വാളയാർ എത്തുമ്പോൾ ഒരു ട്രാവൽ ലോഞ്ച്, അത് പുതിയതായിട്ട് തുടങ്ങിയതാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നല്ലൊരു റെസ്റ്റ് ഏരിയയാണ്. അവിടെ ചാർജിങ് സ്റ്റേഷനും ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് ഫുള്ളായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ചാർജ് ചെയ്യാൻ നിന്നില്ല. പക്ഷേ നല്ലൊരു റെസ്റ്റ് ഏരിയയാണ്. ആൻഡ് ദേ ഹാവ് വൺ ഓഫ് ദ എന്താ പറയുക ക്ലീനസ്റ്റ് ടോയ്ലറ്റ് ഐ ഹാവ് സീൻ ഇൻ ഓൾ ഓഫ് കേരള. കേരളത്തിൽ ഇത്രയും നല്ലൊരു ടോയ്ലറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് പേയബിൾ. നമുക്ക് പൈസ കൊടുക്കണം. യൂറിനൽ യൂസ് ചെയ്യാനാണെങ്കിൽ 10 രൂപയും ഫുൾ ടോയ്ലറ്റ് യൂസ് ചെയ്യാനാണെങ്കിൽ 30 രൂപയും അങ്ങനെ ചാർജുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ റിഫ്രഷ്മെൻറ്റ്സ് എല്ലാം അവിടെയുണ്ട്. ഇറ്റ്സ് എ നൈസ് പ്ലേസ്. അപ്പോൾ അങ്ങോട്ടൊക്കെ പാലക്കാട് ആ ഭാഗത്തൊക്കെയൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ട്രാവൽ ലോഞ്ച്. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതാണ്. ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഹണി കേക്കും ഒരു കോൾഡ് ബെവറേജസ് ഓർഡർ ചെയ്ത് കഴിച്ച് അവിടുന്ന് വീട്ടിലേക്ക് യാത്ര തിരിച്ചു. നമ്മൾ സുഖമായിട്ട് വീട്ടിലെത്തിയപ്പോഴും ഒരു 100 കിലോമീറ്റർ റേഞ്ച് ബാക്കി ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഊട്ടിയിൽ നിന്ന് ചാർജ് ചെയ്യാതെ, ഇടയ്ക്ക് ചാർജ് ചെയ്യാതെ തന്നെ
ഊട്ടി നിന്ന് വീട്ടിലെത്തി 264 കിലോമീറ്റർ ക്രോസ് ചെയ്ത് വീട്ടിലെത്തുമ്പോൾ 100 കിലോമീറ്റേഴ്സ് നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് എ ഗുഡ് റേഞ്ച്.